ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ രാമകഥ രസവാഹിനി. അധ്യായം 5. ഗുരുവും ശിഷ്യന്മാരും. സഹോദരന്മാർ ഗുരുഗൃഹത്തിൽ താമസിച്ച് അദ്ദേഹത്തിൻ്റെ ഭക്തിപുരസരം സേവിച്ചു. അവർ രാജധാനിയിലെ സുഖങ്ങൾ ഉപേക്ഷിച്ച് കഷ്ടപ്പാടുകൾ സന്തോഷപൂർവ്വം സഹിച്ച് ജീവിച്ചു. വിനയത്തോടും ഭക്തിയോടും കൂടി അവർ ഗുരുനാഥൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവർ വൈദിക സൂക്തങ്ങൾ ഉച്ചരിക്കുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. പരിശുദ്ധങ്ങളായ വേദസൂക്തങ്ങൾ അവരുടെ നാവിൽ നിന്നും ഉജ്ജ്വല മൗക്തികങ്ങളുടെ ഒരു നിർജ്ജരമെന്ന പോലെ ഒഴുകി വീഴുന്നത് അദ്ദേഹം കേട്ടു. തൻ്റെ പുത്രന്മാർ അത്രയും അധ്യയനം ചെയ്തത് കണ്ട് അദ്ദേഹം സന്തുഷ്ടനായി. രാമൻ എഴുന്നേറ്റ് ചെന്ന് പിതാവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഇത് കണ്ട് മറ്റു സഹോദരന്മാരും അച്ഛൻ്റെ മുൻപിൽ ദീർഘദണ്ഡ നമസ്കാരം ചെയ്യുകയുണ്ടായി. മാൻതോൽ വിരിച്ച് ആസനങ്ങളിൽ ഉപവിഷ്ടരാകുന്നതിന് ഗുരുനാഥൻ ചക്രവർത്തിയോടും മന്ത്രിയോടും അപേക്ഷിച്ചു. കുട്ടികൾ പഠിപ്പിൽ എത്രത്തോളം പുരോഗതി നേടിയിട്ടുണ്ടെന്നറിയാനായി ദശരഥൻ ഗുരുനാഥനുമായി സംഭാഷണത്തിലേർപ്പെട്ടു. പിതാവും ഗുരുനാഥനും തമ്മിലുള്ള സംഭാഷണം ഒളിച്ചു നിന്ന് കേൾക്കരുതെന്ന് രാമൻ സഹോദരന്മാരെ ആംഗ്യത്തിലൂടെ അറിയിച്ചു. അവർ പുസ്തകങ്ങളെടുത്ത് ഗുരുവിൻ്റെ അനുവാദത്തോടുകൂടി മുറിവിട്ടുപോയി. എല്ലാ സംഗതികളും സഹോദരന്മാർ രാമൻ്റെ സൂചനകളും നിർദ്ദേശങ്ങളിലും സ്വീകരിച്ചു. രാമൻ്റെ ആംഗ്യം പോലും അവർ സനിഷ്കർഷം അനുസരിച്ചു. വസിഷ്ഠനും ദശരഥനും ഈ സംഭവം കണ്ട് രാജകുമാരന്മാരുടെ സ്വഭാവത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കി. അവർക്കും രാമൻ്റെ മാന്യമായ സ്വഭാവത്തിൽ മതിപ്പ് തോന്നി. ഗുരുനാഥൻ്റെ സംഭാഷണത്തിൻ്റെ പോക്ക് മനസ്സിലാക്കിയതും ഉടനെ തന്നെ ഉണ്ടായ സവിനയമായ പ്രതികരണവും മറ്റു 3 സഹോദരന്മാർക്ക് ഉദാഹരണവും മാതൃകയുമായിരുന്ന സമ്പ്രദായവും കണ്ട് അവർ മനസ്സ് അഭിനന്ദിച്ചു. അത്രയും അച്ചടക്കവും ഒതുക്കവും അവർ ശീലിച്ചത് കണ്ട് സന്തോഷിക്കുകയും ചെയ്തു. വസിഷ്ഠന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, മഹാരാജാവേ, അങ്ങയുടെ പുത്രന്മാർ എല്ലാ കലകളും അഭ്യസിച്ചിരിക്കുന്നു. രാമൻ എല്ലാ ശാസ്ത്രങ്ങളും ഹൃദ്യസ്ഥമാക്കിയിരിക്കുന്നു. രാമൻ സാധാരണ മനുഷ്യനല്ല. വേദങ്ങൾ ഉച്ചരിക്കാനായി ഞാനവനെ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവൻ മുൻകൂട്ടി പഠിച്ചു വെച്ച പോലെ അവ ആവർത്തിക്കുക പതിവാണ്. വേദമന്ത്രങ്ങൾക്ക് പ്രചോദനം കൊടുത്ത ആൾക്കേ അപ്രകാരം ആവർത്തിക്കാൻ സാധ്യമാവുകയുള്ളൂ. മറ്റാർക്കും അത് സാധ്യമല്ല. ഒഴിവുണ്ടായിരിക്കുമ്പോൾ വായിച്ചിരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പുസ്തകങ്ങളല്ലല്ലോ വേദങ്ങൾ. അവ ഗുരുവിൽ നിന്നും ശിഷ്യൻ ചൊല്ലിക്കേട്ട് ഹൃദയസ്ഥമാക്കേണ്ടവയാണ്. അങ്ങനെ പരമ്പരയായി സിദ്ധിച്ചു വന്നതാണ് വേദജ്ഞാനം. അവ ഗുരുവിൽ നിന്നല്ലാതെ വേറൊരിടത്തു നിന്നും ലഭ്യമല്ല. അതുകൊണ്ട് അവയ്ക്ക് ശ്രുതി എന്നു പേരുണ്ടായത്. ഈശ്വരൻ്റെ ദിവ്യവിശ്വാസം മന്ത്രങ്ങളായി രൂപം കൊണ്ടതാണവ. രാമനെപ്പോലെ ഇങ്ങനെ വേദങ്ങളെ ഹൃദ്യസ്ഥമാക്കിയ ഒരാളെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ എന്തിനും കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഇത്രയും ഭംഗിയായി വേദാധ്യയനം നടത്തിയ ഒരാളെയും ഞാൻ ഇതുവരെ കേട്ടിട്ടുമില്ല. രാമൻ്റെ ഇനിയും എത്രയോ അമാനുഷികമായ നേട്ടങ്ങളെപ്പറ്റി എനിക്ക് പറയാൻ കഴിയും. ഈ കുട്ടികളെ എൻ്റെ ശിഷ്യന്മാരായി ലഭിച്ചതു മുതലുള്ള മഹാഭാഗ്യത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ ഇത്രയും കാലം ഞാൻ ചെയ്ത തപസ്സിൻ്റെ ഫലമാണിതെന്ന് എനിക്ക് തോന്നുന്നു. അവർ ഇനിയൊന്നും പഠിക്കേണ്ടതായിട്ടില്ല. രാജകുമാരന്മാർക്ക് അത്യന്താപേക്ഷിതമായ അസ്ത്രവിദ്യയിലും അതുപോലെയുള്ള മറ്റു വിദ്യകളിലും പരിശീലനം നൽകുകയാണ് ഇനി വേണ്ടത്. എൻ്റെ കീഴിൽ അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരിക്കുന്നു. എനിക്ക് പഠിക്കാവുന്ന എല്ലാറ്റിലും അവർ അതിപ്രാപ്തന്മാരായിരിക്കുന്നു. ഇന്ന് ശുഭദിനമാണ്. കുട്ടികളെ രാജധാനിയിലേക്ക് തിരികെ കൊണ്ടുപോയാലും. ഇത് കേട്ടപ്പോൾ അനേകം മാസമായി വിയോഗ ദുഃഖം അനുഭവിച്ചു വന്നിരുന്ന ദശരഥൻ ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. അദ്ദേഹത്തിന് സന്തോഷം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഈ സന്തോഷ വാർത്ത ഉടൻ രാജ്ഞിമാരെ അറിയിക്കുവാനും ശിഷ്യന്മാർ ഗുരുവിനെ വിട്ടു പോരുമ്പോൾ ദക്ഷിണയായി കൊടുക്കേണ്ട സാധനങ്ങളോടുകൂടി ക്ഷണമാശ്രമത്തിൽ എത്തിച്ചേരണമെന്ന് പറയാനും മന്ത്രിയോട് ആവശ്യപ്പെട്ടു. സുമന്ത്രർ അതിവേഗം രാജധാനിയിലേക്ക് പോയി വിവരമറിയിച്ചു. ഗുരുദക്ഷിണയായി കൊടുക്കേണ്ട സമ്മാനങ്ങൾ സൗകര്യപ്പെടുത്തി. പ്രതീക്ഷിച്ചതിലും നേരത്തെ അദ്ദേഹം മടങ്ങിയെത്തി. ഇതിനിടയിൽ വസിഷ്ഠൻ്റെ നിർദ്ദേശപ്രകാരം കുട്ടികൾ അവരവരുടെ സാധനങ്ങൾ ഭാണ്ഡമാക്കി എടുത്ത രഥത്തിൽ വെച്ചു. നിർദ്ദേശപ്രകാരം കുട്ടികൾ സമ്പ്രദായമനുസരിച്ച് ഗുരുവിനെ പൂജിച്ചു. സമ്മാനങ്ങൾ നൽകി വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള അനുവാദത്തിന് അപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. കാൽക്കൽ വീണ കുട്ടികളെ വസിഷ്ഠൻ പിടിച്ചെഴുന്നേൽപ്പിച്ച് തന്നിലേക്ക് അടുപ്പിച്ച് കൈകൾ
കൈകൊണ്ട് തലയിൽ പതുക്കെ തടവി അദ്ദേഹം അവരെ അനുഗ്രഹിച്ചു. വിട്ടയക്കാൻ ശേഷം മനസ്സില്ലായിരുന്നുവെങ്കിലും അവരെ പോകാൻ അനുവദിച്ചു. വിരഹവേദന കൊണ്ട് അദ്ദേഹം ബാഷ്പാകുലനായി. അദ്ദേഹം കുട്ടികളോടൊപ്പം തേരിൻ്റെ സമീപത്തേക്ക് നടന്നു. കുട്ടികൾ രഥത്തിൽ കയറി മുന്നോട്ട് നീങ്ങി. അവർ ഗുരുവിൻ്റെ നേരെ കൈകൂപ്പിക്കൊണ്ട് വളരെ ദൂരം എത്തുന്നതുവരെ അദ്ദേഹത്തെ തന്നെ നോക്കി നിന്നു. ഗുരു ശിഷ്യന്മാർ തമ്മിലുള്ള ഈ ബന്ധം ദശരഥൻ നോക്കിക്കണ്ടു, അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. അവർ വീട്ടിലെത്തി. വസിഷ്ഠൻ ഹൃദയത്തിൽ ദുഃഖഭാരവുമായി ആശ്രമത്തിലും പ്രവേശിച്ചു. അവിടെ അദ്ദേഹം അന്ധകാരം മാത്രം കണ്ടു. എങ്ങും ലേശവും പ്രകാശമുണ്ടായിരുന്നില്ല. താനും കുട്ടികളുമായി വികസിച്ചു വന്ന ബന്ധം ഒരു വിലങ്ങായി സ്ഥിരപ്പെട്ടേക്കുമോ എന്ന് അദ്ദേഹം ഭയന്നു. സ്മരണയോടെ ഉയർന്നു വരുന്ന വേലിയേറ്റത്തെ ഒതുക്കുവാൻ വേണ്ടി അദ്ദേഹം ധ്യാനനിമഗ്നാവാൻ നിശ്ചയിച്ചു. ഉടനെ അദ്ദേഹം ബാഹ്യമായ മായാഭ്രമത്തെ ജയിച്ച് ആന്തരമായ ആനന്ദത്തിൽ മുഴുകി. പുരുഷാർത്ഥങ്ങളായ ധർമാർത്ഥ കാമമോക്ഷങ്ങളുടെ മൂർത്തിമത് ഭാവമാണ് കുട്ടികളെന്നും അവർ മാനവരൂപം കൈക്കൊണ്ടാണ് വിശിഷ്ട ജീവിതത്തിൻ്റെ മഹത്തായ ആദർശങ്ങൾ ഭൂമിയിൽ പുനഃസ്ഥാപിക്കാനാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. ഇത് അദ്ദേഹത്തിന് അക്ഷോഭ്യമായ ശാന്തി നൽകി. കുട്ടികൾക്ക് സിദ്ധിച്ച വിദ്യാഭ്യാസത്തിന് അനുബന്ധമായി ആയുധവിദ്യയിലും പരിശീലനം നൽകാൻ ദശരഥ ചക്രവർത്തി തീരുമാനിച്ചു. അദ്ദേഹം വിദഗ്ധരായ വില്ലാളികളെയും മറ്റും ക്ഷണിച്ചു വരുത്തി. കുട്ടികളെ ആക്രമണത്തിൻ്റെയും തടുക്കലിൻ്റെയും ശാസ്ത്രം അഭ്യസിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. പക്ഷേ എല്ലാ വിദ്യകളുടെയും അതിനായകന്മാരായ ഈ കുട്ടികളുടെ അധ്യാപകരെന്ന് അവകാശപ്പെടാൻ ആർക്ക് കഴിയും? അവർ മനുഷ്യവേഷത്തിൽ അഭിനയിക്കുകയായിരുന്നു, പഠിക്കുന്നു എന്ന് നടിക്കുകയായിരുന്നു. ഈ പാവകളിയുടെ ചരടുവലിക്കാരനെ ആർക്ക് ചരടുവലി പഠിപ്പിക്കാൻ കഴിയും? മായയുടെ കപട തന്ത്രത്തിൻ്റെ കീഴിൽ സ്വന്തം യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് ആ കുട്ടികളെ ബാഹ്യ ജീവിതത്തിന് പ്രയോജനകരമായ വസ്തുനിഷ്ഠമായ കൗശലങ്ങളെ പരിശീലിപ്പിക്കാനും എത്തിയത്. ലോകത്തെ അത്യാഹിതത്തിൽ നിന്നും രക്ഷിക്കാനാണ് അവർ അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ആവശ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാനെന്ന കാലത്തോളം ലോകത്തെ കീഴ്നടപ്പനുസരിച്ച് അവർ ലൗകികരായി ജീവിക്കണം. അവരുടെ പ്രവർത്തനങ്ങൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. കാരണം അവ മാനുഷിക ബുദ്ധിക്കും ഭാവനയ്ക്കും അതീതമാണ്. അവ വിശദീകരിക്കപ്പെടണമെന്നാവശ്യപ്പെട്ടാൽ അവർ നിസ്സഹായരാകും. പക്ഷേ അവർ പ്രായോഗികമാക്കുന്ന ആദർശങ്ങൾ ജനങ്ങൾ പഠിക്കുക തന്നെ വേണം. അതുകൊണ്ട് രാമൻ വെണ്ണീർ മൂടിയ തീക്കട്ടയോ പായൽ പടർന്നു മൂടിയ തടാകമോ മേഘമാകുന്ന തിരശീലയാൽ മറയ്ക്കപ്പെട്ട ചന്ദ്രനോ പോലെയാണ് സ്വയം പ്രദർശിപ്പിച്ചത്. സഹോദരന്മാർ രാമൻ്റെ കാലടികൾ പിന്തുടരുകയായിരുന്നു. പരിചയസമ്പന്നരും വിദഗ്ധരുമായ ഗുരുക്കന്മാർക്ക് പോലും അജ്ഞാതമായ തന്ത്രങ്ങളും കൗശലങ്ങളും രാമനും ലക്ഷ്മണനും വെളിപ്പെടുത്തി. അതുകൊണ്ട് ഗുരുക്കന്മാർ അത്ഭുത സ്തബ്ധരായി. മാത്രമല്ല അല്പം ഭയമുള്ളവരായും തീർന്നു. പക്ഷേ ഈ 4 രാജകുമാരന്മാരെയും ഒരു മൃഗത്തിൻ്റെയോ പക്ഷിയുടെയോ നേരെ ഒരിക്കലും അമ്പയച്ചിട്ടില്ല. വളരെ അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമല്ല, കൊല്ലുന്നതിലോ മുറിപ്പെടുത്തുന്നതിലോ ഉള്ള സന്തോഷത്തിനു വേണ്ടി തങ്ങൾ ആയുധം ഉപയോഗിക്കുകയില്ല എന്നും അവർ ഗൗരവപൂർവ്വം പ്രതിജ്ഞ ചെയ്തിരുന്നു. ഒരിക്കൽ പോലും അവർ അത് ലംഘിച്ചിരുന്നില്ല. പരിശീലകന്മാർ പലപ്പോഴും അവരെ കാൽനടയായി സഞ്ചരിക്കാനും നായാട്ടിനായി കാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. പക്ഷേ അവിടെ മൃഗങ്ങളെയോ പക്ഷികളെയോ കണ്ടാൽ പരിശീലകന്മാർ അമ്പയക്കാൻ പറയും. അപ്പോഴേക്ക് അവർ പ്രതിഷേധിച്ച് പറയാറുണ്ട്, കേവലം നിരപരാധികളായ ലക്ഷ്യങ്ങൾക്ക് നേരെ അയക്കാനുള്ളതല്ല ഈ അസ്ത്രങ്ങൾ. ശിഷ്ടന്മാരെ രക്ഷിക്കാനും ലോകത്തിൻ്റെ ക്ഷേമത്തിനും ജനങ്ങളുടെ സേവനത്തിനും വേണ്ടി ഉപയോഗിക്കാനും ഉള്ളതാണ്. ആ ആവശ്യത്തിനു വേണ്ടിയാണ് അവ ഞങ്ങളുടെ കൈവശമുള്ളത്. ഈ നിസ്സാരമായ വിനോദങ്ങൾക്കായി ഉപയോഗിച്ച് ഞങ്ങൾ ഈ ആയുധങ്ങളെ അപമാനിക്കുകയില്ല, അവർ ഉറപ്പിച്ചു പറഞ്ഞു. ആ നിർദ്ദേശപ്രകാരം ചെയ്തിട്ടുമില്ല. ഗുരുക്കന്മാർക്ക് കുട്ടികളുടെ വാദം സ്വീകരിക്കേണ്ടി വന്നു. രാമൻ്റെ ഓരോ വാക്കും കർമ്മവും അനുകമ്പ പ്രേരിതമായിരുന്നു. ചിലപ്പോൾ ലക്ഷ്മണൻ ഒരു പക്ഷിയെയോ മൃഗത്തിൻ്റെയോ നേരെ അമ്പയക്കാൻ ലക്ഷ്യം വയ്ക്കുന്നത് കണ്ടാൽ രാമൻ തടുക്കും, പ്രതിഷേധിക്കും. ലക്ഷ്മണ, എന്തുപദ്രവമാണ് നിനക്കോ ലോകത്തിനോ അത് ചെയ്തത്? അതിനെ എയ്യുവാൻ നീ ആഗ്രഹിക്കുന്ന എന്തിന്? നിരപരാധികളായ ജീവികളെ ഉപദ്രവിക്കരുതെന്ന രാജാക്കന്മാരുടെ നീതിധർമ്മങ്ങൾക്ക് എതിരാണ്. അത്
അതെന്ന് നിനക്കറിഞ്ഞുകൂടെ? ചക്രവർത്തി പലപ്പോഴും രാജകുമാരന്മാരെ അടുത്തിരുത്തി മന്ത്രിമാരുടെ ഇടയിലിരുന്ന ഭരണസംബന്ധമായ നീതിന്യായ വിചാരണയെ സംബന്ധിച്ചോ ഭരണത്തിൻ്റെ ധർമ്മതത്വങ്ങൾ അവലംബിക്കുന്നതിനെക്കുറിച്ചോ ചർച്ച ചെയ്യാറുണ്ട്. അദ്ദേഹം തൻ്റെ പൂർവ്വപിതാക്കന്മാരുടെയും മറ്റുള്ളവരുടെയും കഥകൾ പറഞ്ഞ് അവരെങ്ങനെ പ്രജകളുടെ സ്നേഹവും ഭക്തിയും നേടിയെന്നും അവരെങ്ങനെ രാക്ഷസന്മാർക്കെതിരായും ദേവന്മാർക്ക് വേണ്ടിയും പോരാടിയെന്നും അവരുടെ പരിശ്രമങ്ങളാൽ ഈശ്വര കാരുണ്യവും സഹായവും എങ്ങനെ നേടിയെന്നുള്ള കഥകൾ അച്ഛനും മക്കൾക്കും ഈ കഥകൾ പറയുമ്പോൾ ഹർഷപ്രകർഷമുണ്ടായി. ഈ ചർച്ചകളിൽ മന്ത്രിമാർ മാറി മാറി പങ്കെടുത്തു. വർഷങ്ങൾ കഴിഞ്ഞു. രാജകുമാരന്മാർ വളർന്നപ്പോൾ ഭരണപരമായ ചില പ്രവർത്തനങ്ങൾ അവരെ ഏൽപ്പിക്കണം എന്ന വിശ്വാസം മന്ത്രിമാർക്കുണ്ടായി. രാജകുമാരന്മാർക്ക് പ്രായപൂർത്തിയായി. അവർ ഭരണഭാരം ഏറ്റെടുത്താൽ ഭൂമി സ്വർഗമായി മാറുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചു. രാജകുമാരന്മാരെ കണ്ട് ജനങ്ങൾക്ക് അവർ തമ്മിൽ സ്നേഹപൂർവ്വമായൊരു ബന്ധം ഉയർന്നു വരുന്നുണ്ടെന്ന് തോന്നി. അവർ തമ്മിൽ നടക്കാറുള്ള സംഭാഷണങ്ങളിൽ മാനസികമായ ഐക്യം പ്രകടമായിരുന്നു. സരളരും വിനീതരും ഗുണശാലികളും നിസ്വാർത്ഥികളും ആയ രാജകുമാരന്മാരെ സ്നേഹിക്കാത്ത, അവരെ നോക്കിയിരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളും തന്നെ അയോധ്യ നഗരിയിൽ ഉണ്ടായിരുന്നില്ല. അയോധ്യയിലെ കുട്ടികൾക്ക് അവർ സ്വന്തം ശരീരം പോലെ പ്രിയപ്പെട്ടവരായിരുന്നു. നഗരത്തിനാകെ അതിൻ്റെ ഹൃദയം പോലെ വിലപ്പെട്ടതും. സായിറാം.